വെൽക്കം ടു ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. ഐ എം റസീന ജിമാൽ. നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാഴ്സി എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള പ്ലെയിൻ ജോർജറ്റ് സെറ്റിൽ നാല് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള സെറ്റ്സ്. അത് ബഡ്ജറ്റ് ബൈയിലാണ് വന്നിരിക്കുന്നത്. 1100 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.com സൈറ്റ് ഐ ഡി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഓരോന്നിൻ്റെ ലിങ്ക് ഉണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. നമ്മുടെ നമ്പേഴ്സ് വരുന്നത് 9562251075 8075551533. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയക്കണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടെന്ന് മറ്റൊരു ഓപ്ഷൻ ഉണ്ട് സൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ. അതിൽ സ്റ്റിച്ചിങ് നീഡെന്ന് മെൻഷൻ ചെയ്യുക. ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തുള്ളൂ. മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ടു തന്നെ അവരെടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരും. ഇനി നിങ്ങൾക്ക് മെഷർമെൻറ്റ്സ് എടുക്കാൻ അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ പറഞ്ഞാൽ അവർ ഗൈഡ് ചെയ്യും, ഡിസൈനേഴ്സ് ഗൈഡ് ചെയ്യും കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഞാനൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്ത് നിങ്ങൾക്ക് ഇടാം. ഒരു ഷോർട്സ് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. നിങ്ങളുടെ സജഷൻസ് വേണം എന്നാണെങ്കിൽ പറയുക. ഞാൻ അതിനനുസരിച്ചിട്ട് വീഡിയോ ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കി എടുക്കാൻ പറ്റുമല്ലോ, അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സജഷൻസ് നോക്കിയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ കളക്ഷൻസായിട്ട് കണ്ടു തുടങ്ങാം. ബ്യൂട്ടിഫുൾ സെറ്റാണ്, നല്ല ലാസ്റ്റ് ചെയ്യും, സിമ്പിളാണ്. നിങ്ങൾക്ക് അധികം കെയറിങ് ഒന്നും വേണ്ടാത്ത സെറ്റ്. കാരണം ഇത് വാഷ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല, ഹാൻഡ് വർക്ക് ഒന്നും അല്ലല്ലോ, ഇങ്ങനത്തെ വർക്ക് ആയതുകൊണ്ട് നല്ല ഭംഗിയിലുള്ള കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ബ്ലാക്കാണ്, എല്ലാവരുടെയും ഫേവറേറ്റ് കളറ്. അതിലിതാ ഇതുപോലെ ഗ്രീനും റെഡും എല്ലാം കൂടി ചേർന്നിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ട നല്ല ലെങ്ത്തും വെട്ടുമുള്ള ദുപ്പട്ട. ഇതൊക്കെ നിങ്ങൾക്ക് റഫ് യൂസ് ചെയ്യാം, വേഗം വാഷ് ചെയ്തെടുക്കാം. പിന്നെ ജോർജറ്റ് സെറ്റ് ആയതുകൊണ്ട് നല്ല ഫ്ലോയുമാണ്. ലൈനിങ് ഇട്ട് തയ്ച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. സിമ്പിൾ വർക്കുമാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. റേഞ്ചും ബഡ്ജറ്റ് ബൈ ആണ്. കോട്ടൺ ഇങ്ങനെ. നെക്സ്റ്റ് കളർ 4 ഡിഫറെൻറ്റ് കളേഴ്സാണ്. 4 നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് കേട്ടോ. ഗ്രീനാണ്, ഒരു ഓപ്പൺ നെക്ക്, വൈഡ് റൗണ്ടോ അല്ലെങ്കിൽ സ്ക്വയർ നെക്കോ ഒക്കെ എടുത്ത് സിംപ്ലി തയ്ച്ചാൽ മതി. നല്ല ഭംഗിയിലിരിക്കും, നല്ല വർക്കുമാണ് കേട്ടോ. ഈ കളർ കോമ്പിനേഷൻ നമ്മൾ ശരിക്കും ഇത് പ്യുവർ ലിനനിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വർക്ക്. അത് വരുമ്പോൾ നല്ല റേഞ്ച് ഉണ്ടായിരുന്നു. ആ സെയിം വർക്ക് തന്നെ നമ്മൾ ചെറിയ ഇതിലേക്ക് ബഡ്ജറ്റ് ബൈയിലേക്ക് കൊണ്ടുവന്നേക്കാണ് കേട്ടോ. അതാ ഇതുപോലെ ജോർജറ്റ് ദുപ്പട്ട, നല്ല ലെങ്ത്തും എടുത്തുള്ള ദുപ്പട്ട, ഡബിൾ സൈഡൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. തലയിലിടുന്നവർക്കാണെങ്കിലും ചുറ്റി ഇടാൻ പറ്റുന്ന പോലെ ദുപ്പട്ട നല്ല ലെങ്ത്തും എടുത്തിലും വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത്. ഇതുപോലെ അതിൽ മജന്തയും പിങ്കും ഒക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻ വന്നേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ. ഇനിയിപ്പോൾ ദുപ്പട്ട യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുർത്തി സ്റ്റൈലിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ ദുപ്പട്ട വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ ടോപ്പും ചെയ്യാം. അതുപോലെ ഈ ഒരു കുഞ്ഞു ഫ്ലവേഴ്സും ഭംഗിയ ഒരു കോളനൊക്കെ വെച്ചിട്ടുള്ള ടോപ്പ് ചെയ്താലും നല്ല കേട്ടോ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഫ്രോക്കും ഒക്കെ ആണെങ്കിൽ ഇത് വെച്ച് തയ്ക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയോണ്ട് ഞാനങ്ങ് പറഞ്ഞത്. നല്ല ലെങ്ത്തും വിട്ടുമുള്ള ദുപ്പട്ട, ആ സെയിം ജോർജറ്റ് ഫാബ്രിക്കും ആണ്. നല്ല കളേഴ്സും വന്നിരിക്കുന്നത്. ദുപ്പട്ട യൂസ് ചെയ്യുന്നില്ലല്ലോ അധികം പേര്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാത്തവർക്കാണെങ്കിൽ ദുപ്പട്ട വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ്. നല്ല ബ്യൂട്ടിഫുൾ വർക്ക് ആട്ടോ. ഈ വർക്ക് കണ്ടോ, നല്ല രസമുള്ള വർക്ക്. ആൻഡ് ദുപ്പട്ട കുഞ്ഞു ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നല്ലൊരു ക്യൂട്ട്നെസ് ഉണ്ട് ഈ ഒരു ദുപ്പട്ട കാണാനായിട്ട്. ബോട്ടം ഇങ്ങനെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലൊക്കെ കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം ചില വീഡിയോസ് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാലാണ് നിങ്ങൾക്ക് കറക്റ്റ് 5 to 6 വീഡിയോസ് നമ്മൾ ഡെയിലി ഇടാറുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ വീഡിയോസ് കാണാൻ ലേറ്റ് ആയാലും ചില പ്രൊഡക്ട്സ് വേഗം സോൾഡ് ഔട്ട് ആവാറുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സൈറ്റ് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണെങ്കിൽ ചില വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷൻസ് വരും. ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും നമുക്ക് അധികം അപ്ഡേഷൻസ് പോകുന്നില്ല കസ്റ്റമറിലേക്ക്. അപ്പോൾ നിങ്ങൾ ചില വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേഷൻസ് കിട്ടും. ഇഷ്ടപ്പെടുന്നത് സൈറ്റ് ബുക്ക് ചെയ്യുക. ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ സപ്പോർട്ട് മെയിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ റിലേറ്റഡ് ആണെങ്കിൽ ഓർഡർ നമ്പറോടുകൂടി മെയിൽ ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.